ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയ ഉടനെ മകരജ്യോതി തെളിയും. ശേഷം മകരവിളക്ക് തെളിയിക്കും. ഇത്തവണ 2 ലക്ഷത്തിലധികം ഭക്തർ മകരജ്യോതി ദർശനത്തിന് എത്തുമെന്നാണ് കണക്ക്. മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ നൽകാൻ. മനീഷ്, ഭക്തർ കാത്തിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അത്രയേറെ പ്രതീക്ഷയോടെയാണ് അവർ സന്നിധാനത്തും മറ്റിടങ്ങളിലും ഒക്കെയായി മകരജ്യോതിക്കും മകരവിളക്കിനും സാക്ഷ്യം വഹിക്കുവാൻ കാത്തിരിക്കുന്നത്. എന്താണ് സന്നിധാനത്ത് നിന്നുള്ള കാഴ്ചകൾ, വിവരങ്ങൾ? ശാമിലി, നിലവിലിപ്പോൾ ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചിരിക്കുകയാണ്. ഇനിയും കൃത്യം 2:45 മകരവിളക്ക് പൂജകൾക്കായി നട വീണ്ടും തുറക്കുക. 2:45 നട തുറന്നു കഴിഞ്ഞാൽ 2:50 കൂടി തന്നെ പൂജകൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പമ്പയിൽ നിന്ന് തിരുവാഭരണം അടക്കിയുള്ള സംഘം സന്നിധാനത്തേക്ക് യാത്ര തുടങ്ങുക. ശേഷം ഏകദേശം 5:30 കൂടി തന്നെ ഇവർ ശബരിപീഠത്തിലെത്തും. ശബരിപീഠത്തിലെത്തിയതിനു ശേഷം 6:20 സന്നിധാനത്തേക്ക് തിരുവാഭരണമായിട്ടുള്ള സംഘം എത്തുക. 3 പെട്ടികളായി നിറച്ചാണ് തിരുവാഭരണം കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ തിരുവാഭരണം അയ്യപ്പനിൽ ചാർത്തും. അയ്യപ്പന് ചാർത്തിയതിനു ശേഷമായിരിക്കും ദീപാരാധന തുടങ്ങുക. ഈ ദീപാരാധന തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനുമായിരിക്കും ദീപാരാധന നടക്കുക. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലം വീട്ടിൽ മകരവിളക്ക് തെളിക്കുകയാണ് ഉണ്ടാവുക. എന്തായാലും ഇതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞ 2 ദിവസമായി തന്നെ സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഭക്തർ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. അത് പർണശാലകളൊക്കെ തീർത്ത് തന്നെ വനപ്രദേശത്തിലേക്കൊക്കെ ഇറങ്ങി തന്നെ ആളുകൾ താമസിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായി. അതുകൊണ്ട് തന്നെ സന്നിധാനം അത്രയും ശരണമുഖരിതമാണ്. ഇവിടെയൊക്കെ പ്രാർത്ഥനകളും ഭജനകളുമായൊക്കെ തന്നെ 2 ദിവസങ്ങളുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഭക്തർ ഇവിടെയുണ്ട്. ഇന്നും ചില നിയന്ത്രണങ്ങളോടുകൂടി തന്നെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഭക്തരെ കടത്തിവിട്ടത്. 11 മണിയോടുകൂടി തന്നെ പമ്പയിൽ നിന്നുള്ള ഭക്തരുടെ വരവ് തടഞ്ഞു. 11 മണി വരെ മാത്രമായിരുന്നു ഭക്തർക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നത്. ഇന്നാകെ 35,000 പേർക്ക് മാത്രമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. അതിൽ 30,000 പേര് വെർച്വൽ ക്യൂ വഴിയും അതുപോലെ 5,000 പേര് മാത്രം സ്പോട്ട് ബുക്കിങ്ങിലൂടെ മാത്രമാണ് പ്രവേശനം ഇവിടേക്ക് നേടിയത്. കഴിഞ്ഞ ഇന്നലെ